മാസപ്പടിയിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഈ വിധിയിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. നിയമ പോരാട്ടത്തിൽ തിരിച്ചടി നേരിട്ടെന്ന് സമ്മതിക്കുന്ന കുഴൽനാടൻ മുഖ്യമന്ത്രിയും കുടുംബത്തെയും ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടല്ല താൻ കോടതിയെ സമീപിച്ചത് എന്നാണ് ഇന്ന് പറഞ്ഞത്. കേസിൽ അപ്പീൽ പോകുമെന്നും കുഴൽനാടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർഭൻ ചക്രവർത്തി വാർത്താസമ്മേളനത്തിന്റെ വിശദമായ വിവരങ്ങൾ നൽകും. അസിത, കേസിൽ പൂർണ്ണമായി പരാജയപ്പെട്ട മാത്യു കുഴൽനാടൻ ഇന്നൊരു കുറ്റസമ്മതം പോലെയാണ് വാർത്താസമ്മേളനം നടത്തിയത്. അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടു എന്ന് മാത്യു കുഴൽനാടൻ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ വാദമുഖങ്ങളൊന്നും മാത്യു കുഴൽനാടൻ ഇന്ന് പുതുതായി ഉന്നയിക്കാനും കഴിഞ്ഞില്ല എന്നതാണ്. വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നേരിട്ടത് എന്ന കാര്യം മാത്യു കുഴൽനാടനെ പോലെ ഒരാൾ പരസ്യമായി സമ്മതിക്കുന്നു എന്നതാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇന്ന് വാർത്താസമ്മേളനത്തിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആവർത്തിച്ചുള്ള പല ചോദ്യങ്ങൾക്കും വ്യക്തമായി അദ്ദേഹത്തിന് മറുപടി നൽകാനോ അദ്ദേഹത്തിൻ്റെ പഴയ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കാനോ കഴിഞ്ഞതുമില്ല. തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. ഐ ഫെയർലി അഡ്മിറ്റ്, ഞാൻ നടത്തി വന്ന ഫൈറ്റിൽ, അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ, നിയമയുദ്ധത്തിൽ ഒരു സെറ്റ്ബാക്കാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി പിണറായി വിജയനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ഘട്ടത്തിൽ. മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കുള്ളിലും പുറത്തും ആരോപണങ്ങൾ തുടരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന മാത്യു കുഴൽനാടൻ്റെ പഴയ മുഖമല്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. തീർത്തും നിരാശനായി ആണ് മാത്യു കുഴൽനാടനെ കണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം ഈ കാര്യങ്ങളിൽ പൂർണ്ണമായി പ്രതിപക്ഷത്തെ വെട്ടിലാക്കി എന്നൊരു ബോധവും കൂടി അദ്ദേഹത്തെ പൂർണ്ണമായി വേട്ടയാടുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും. വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കേണ്ട വിഷയത്തെ കൊണ്ടുപോയി കളഞ്ഞു എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. അത് പ്രകടമാക്കുന്നതാണ് മാത്യു കുഴൽനാടൻ്റെ ഇന്നത്തെ ഓരോ പ്രതികരണവും. മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം നിസ്സഹായമായി ഏറെക്കുറെ പൂർണ്ണമായി അഡ്മിറ്റ് ചെയ്യുന്ന പ്രതീതിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. ഇല്ല, ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതാണ്. പക്ഷേ കോടതി വിധി ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷയല്ല, സ്വാഭാവികമായിട്ട് ഇത് വന്നു. ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഇല്ല, അതിനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് സ്വാഭാവികമായിട്ടും സമയമെടുക്കുമല്ലോ. ഇല്ല, ഇന്നില്ല. വരുമ്പോൾ സമയം വരുമ്പോൾ എന്താ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര വേണം പരിഹസിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. എത്ര വേണം വായിക്കും. നമുക്ക് സമയമൊക്കെ എൻ്റെതായ സമയമുണ്ട് ഇതാക്കാന്ന് പറഞ്ഞായിരിക്കും. ലേറ്റൻസി ഇല്ല. അപ്പോൾ ഞാൻ നടത്തിയ കേസുകൾ എത്രയോ കേസ് ജയിച്ചിരിക്കുന്നു, എത്രയോ തോറ്റിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഭിഭാഷകർ ഈ രാജ്യത്ത് ഏതെങ്കിലും ആർക്കും കേസ് നടത്താൻ പറ്റും. I don't want to bring my profession. Sorry, I am not for that. I don't want to canvass on that. വലിയ കൊട്ടിഘോഷിച്ച് മാധ്യമങ്ങളിൽ വലിയ സ്പേസ് നൽകി മാത്യു കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണം കൂടി പൊളിഞ്ഞുപോയി എന്നതാണ് UDFനെയും പ്രതിപക്ഷത്തിനെയും അലട്ടുന്ന വലിയ കാര്യം. സ്വർണ്ണക്കടത്ത് പോലെയുള്ള വലിയ വിഷയങ്ങൾ അന്ന് വിവാദമായി നിലനിർത്തിക്കൊണ്ടുപോവുക, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP മറുഭാഗത്ത് നടത്തുന്ന ആക്രമണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുക, ഇതൊക്കെയായിരുന്നു ആ സ്വർണ്ണക്കടത്ത് കേസിൽ UDFും കോൺഗ്രസും ചെയ്തത്. അതുപോലത്തെ ഒരു രാഷ്ട്രീയ ആയുധമാണ് ഇതിലും വീണ് കിട്ടിയത് എന്നായിരുന്നു കോൺഗ്രസ് കരുതിയത്. പക്ഷേ തിടുക്കപ്പെട്ട് മാത്യു കുഴൽനാടൻ ഇത് നേരെ വിജിലൻസ് കോടതി കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ കേസ് പൂർണ്ണമായി തള്ളിയതോടുകൂടി രാഷ്ട്രീയപരമായി ഇനി എന്ത് ആരോപണം ഉന്നയിക്കും എന്നതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത്. മാത്യു കുഴൽനാടൻ വലിയ മികച്ച അഭിഭാഷകനാണ്, സുപ്രീം കോടതിയിലെ മികച്ച കഴിവുറ്റ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം പിണറായി വിജയന് വലിയ വെല്ലുവിളിയായി തീരും എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണം നടന്നത്. ആ ഫലത്തിൽ കോൺഗ്രസിനും UDFനും തിരിച്ചടിയായി മാറി എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ്റെ കഴിഞ്ഞ ദിവസത്തെ കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. ഒപ്പം തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ പൂർണ്ണമായ അദ്ദേഹം തിരിച്ചടി അംഗീകരിച്ച് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും. അസിത, നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനം സംബന്ധിച്ച്. അതേസമയം മാത്യു കുഴൽനാടന്റെ ഇത്തരം നടപടികളിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ പോലും അമർഷമുണ്ട് എന്നുള്ളതുകൂടിയാണ് ഇന്ന് പുറത്തുവരുന്ന സൂചനകൾ.